സിനിമാ കഥകളെ വെല്ലുന്ന ഒരു കൊലപാതക കഥയാണ് ഇന്ന് ന്യൂസ് പ്ലസ് പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് പരാജയപ്പെടുന്ന സ്ഥലങ്ങളിൽ വിധി ജയിക്കുന്നു എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ടതുണ്ട്. ഒരു കൊലപാതകം നടന്നാൽ വളരെ അപൂർവം കേസുകളിൽ മാത്രമേ അതിൻ്റെ പ്രതിയെ പിടികൂടാതിരിക്കുന്നുള്ളൂ. പക്ഷേ മിക്കവാറും കേസുകളിൽ 90% കേസുകളിലും ആ സമീപ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസ് പിടിക്കാറുണ്ട്. പ്രതിക്ക് ശരിക്കും കോടതിയിൽ നിന്നുള്ള ശിക്ഷ നിയമാനുസൃതം കിട്ടാറുമുണ്ട്. ഇന്ന് വിവരിക്കുന്ന കോട്ടയത്തെ ഈ കൊലപാതക കേസിലെ പ്രതി നിങ്ങളെല്ലാം അറിയുന്ന ഒരാളാണ്. അവസാനം ആളിൻ്റെ പേര് ഞാൻ പറയാം. സമർത്ഥനായ കേരളത്തിലെ ഒരു കൊലയാളി തന്നെയാണ് അയാൾ. ഒന്നല്ല, നിരവധി കൊലപാതകങ്ങളുടെ ആസൂത്രകൻ, ഒറ്റയ്ക്ക് തന്നെ ചെയ്ത പല കൊലപാതകങ്ങളുടെയും ആസൂത്രകൻ. ചിലതിൽ മാത്രമേ അദ്ദേഹം കൂട്ടാളികളെ കൂടി കൂട്ടാറുള്ളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ കൊലപാതകം നടത്തി അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ 1988 നടന്ന ഈ കൊലപാതകത്തിന് പോലീസിന് ഒരു തുമ്പും ആദ്യകാലത്തൊന്നും കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് കൊലപ്പെടുത്തിയതിന് എന്തെങ്കിലും ഒരു മോട്ടീവ് ഉണ്ടാകണം. മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം എന്തായിരുന്നു എന്ന് കോടതിയിൽ തെളിയിച്ചാൽ മാത്രമേ ആ കുറ്റവാളിയെ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയൂ. എന്തായിരുന്നു ലക്ഷ്യം? മോഷണമാണോ? വൈരാഗ്യമാണോ? പ്രതികാരമാണോ? എന്താണ് ലക്ഷ്യം എന്നുള്ളത് കൂടി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതിനെയാണ് മോട്ടീവ് എന്ന് പറയുന്നത്. ഏതൊരു ഇൻവെസ്റ്റിഗേഷനിൽ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അതിൻ്റെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആദ്യമായി ശ്രമിക്കുക. അത് മനസ്സിലാക്കിയാൽ ബാക്കിയൊക്കെ എളുപ്പമാണ്. പക്ഷേ കോട്ടയത്ത് 1988 നടന്ന ഈ കൊലപാതകത്തിന് ആദ്യത്തെ മാസങ്ങളോളം ഒരു മോട്ടീവും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ തുടക്കം നമുക്ക് നോക്കാം. ഇത് കോട്ടയത്തെ ഒരു സാധാരണ കുടുംബമാണ്. വലിയ കുടുംബമൊന്നുമില്ല, സമ്പന്നമായ ഒരു കുടുംബമല്ല, ഒരു സാധാരണ കുടുംബം. അവിടുത്തെ ഗൃഹനായിക കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. പേര് കുട്ടിയമ്മ എന്നുള്ളതാണ്. ഇത് നടക്കുന്ന ദിവസം രാവിലെ തന്നെ ഒരു 7-7:30 ആ വീട്ടിലെ ഏറ്റവും മൂത്തവളായ കുട്ടി, അവൾ ഓർക്കണം, അവൾ മെഡിസിന് പഠിക്കുന്ന കുട്ടിയാണ്, MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന മിടുക്കിയായ പെൺകുട്ടിയാണ്. അവൾ നിലവിളിച്ചുകൊണ്ട് അടുത്ത ഒരു വീട്ടിലേക്ക് 7-7:30 ഓടിയെത്തുകയാണ്. അവിടെ ആ അടുത്ത വീട്ടിലെ അയൽക്കാരനോട് അവൾ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു, അങ്കിളെ ഒന്ന് ഓടി വരണേ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൾ ബോധം കെട്ടി താഴെ വീഴുകയാണ്. ശരീരം മുഴുവൻ രക്തമുണ്ട്. ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ രക്തത്തിൽ കുതിർന്നിരിക്കുകയാണ്. അന്തം വിട്ടുപോയ ഈ അയൽക്കാരൻ ഉടൻ തന്നെ നിലവിളിച്ച് അടുത്ത അയൽക്കാരെല്ലാം ഓടിക്കൂടി. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പെൺകുട്ടി രക്തത്തിൽ കുളിച്ച് താഴെ കിടക്കുകയാണ്. അവളെ ഡ്രസ് എന്ന് പറഞ്ഞാൽ നൈറ്റിയാണ്, രാത്രി ഇട്ടിരുന്ന വസ്ത്രമാണ് അവൾ അപ്പോഴും ശരീരത്തുള്ളത്. പക്ഷെ അത് മുഴുവൻ ബ്ലഡാണ്. അടിയന്തരമായി ആംബുലൻസിനെ വിളിക്കുന്നു, പോലീസിനെ അറിയിക്കുന്നു. കുട്ടിയെ പോലീസ് എത്തിയതിന് മുമ്പ് തന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. പോലീസ് എത്തിയതിനു ശേഷം ആ വീട്ടിൽ പോയാൽ മതി എന്ന് ഈ പെൺകുട്ടി വന്ന വീട്ടിലെ ജോണി എന്ന് പറയുന്ന അയൽക്കാരൻ പറയുകയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, എന്തോ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്, പോലീസ് എത്തട്ടെ, അതിനുശേഷം നമുക്ക് പോകാം എന്ന് പറയുന്നു. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയില്ല. പെൺകുട്ടി എന്തെങ്കിലും വിശദീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബോധം കെട്ടു പോവുകയും ചെയ്തു. പോലീസ് എത്തുന്നു. അയൽക്കാരും ഈ ജോണി എന്ന് പറയുന്ന ആദ്യത്തെ ഇൻഫർമേഷൻ കൊടുത്ത വ്യക്തിയും പോലീസും ചേർന്ന് ആ വീട്ടിലേക്ക് ഓടി കയറുകയാണ്. അതിനുള്ളിൽ തന്നെ നാട് മുഴുവൻ പാട്ടായി, എന്തോ സംഭവിച്ചിരിക്കുന്നു. പോലീസ് എത്തി. ഈ 8:30 മണിയോടുകൂടി തന്നെ ആ ഭാഗം മുഴുവൻ ജനക്കൂട്ടത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ആ വീട് വാതിൽ തുറന്നു കിടക്കുകയാണ്. അകത്ത് കയറുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. ആ വീട്ടിൽ 2 പെൺകുട്ടികളാണ് ഉള്ളത്, ഈ മാതാവിനെ കൂടാതെ. രണ്ടാമത്തെ പെൺകുട്ടി എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയുടെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ കുട്ടി
ബെഡിൽ തന്നെ, കിടക്കയിൽ തന്നെ ബോധം കെട്ട് കിടക്കുകയാണ്. അതിൻ്റെ തലയ്ക്കും അടിയേറ്റിട്ടുണ്ട്. ചോര ബെഡ് നിറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ആ കുട്ടിയെ അടുത്ത ആംബുലൻസ് വിളിച്ച് ആ കുട്ടിയെ കൂടി അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിലേക്ക് അയക്കുകയാണ്. ആ കുട്ടിക്ക് ബോധമില്ല, പക്ഷേ മരിച്ചിട്ടില്ല. തൊട്ടടുത്ത മുറിയിലേക്ക് കയറി നോക്കുമ്പോഴാണ് അവിടെ ഗ്രഹനായികയായ സ്ത്രീ, പേര് കുട്ടിയമ്മ, രക്തത്തിൽ കുളിച്ച് അവർ കിടക്കുകയാണ്. പക്ഷേ അവർക്ക് ജീവനില്ല. പോലീസ് അവരുടെ നാടി പരിശോധിച്ചു. അവർ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവരുടെയും എവിടെയോ ശരീരഭാഗങ്ങളിൽ, തലയുടെ ഭാഗത്ത് നിന്നായിരിക്കാമെന്ന് പോലീസ് ആദ്യം നിഗമനം നടത്തുന്നു. രക്തം തലയോടൊക്കെ പൊട്ടി പിളർന്നു പോയി, രക്തം ഒഴുകി ബെഡ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അവരെ ഹോസ്പിറ്റലിൽ അപ്പം ആംബുലൻസിൽ എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവരുടെ ജീവൻ പോയി എന്ന് ഉറപ്പായി. അങ്ങനെ അവരെയും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. പോലീസ് മുറി മുഴുവൻ പരിശോധിച്ചിട്ട് ആദ്യ റൗണ്ടിൽ പോലീസിന് ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ രണ്ടു കുട്ടികൾക്കും ബോധമില്ലാത്ത അവസ്ഥ. ഒരു ഗ്രഹനായിക മരണപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ഗ്രഹനായകൻ യഥാർത്ഥത്തിൽ നാളുകളായി ആ വീട്ടിലില്ല, അദ്ദേഹം വിദേശത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് പറഞ്ഞാൽ 3 പേരും മരണപ്പെട്ടിരിക്കുന്നു. ഗ്രഹനായിക മരണപ്പെട്ടിരിക്കുന്നു. മറ്റ് 2 പേർക്കും തലയ്ക്ക് അടിയേറ്റ് അബോധാവസ്ഥയിലായിരിക്കുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്താണെന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ. പോലീസ് പരിശോധിച്ചപ്പോൾ ഒറ്റ കാര്യം വ്യക്തമായി. ഈ കുട്ടിയമ്മ മരിച്ചു കിടക്കുന്ന മുറിയുടെ സമീപത്തുള്ള ഒരു ചുമരിൽ ഒരു വലിയ ഹോള് കാണുകയാണ്. വലിയ ഹോള് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തെ ഇഷ്ടിക 3-4 ഒരു കരിങ്കല്ലും ഇഷ്ടികയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള ഒരു വാളാണ് അവിടെ കാണുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ വാൾ. ആ വാളിലെ ഒരു ഭാഗം പൊടിച്ചു മാറ്റി ഒരു ദ്വാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. പോലീസിന് ഇത് കണ്ടാൽ വ്യക്തമാവും, ഒരാൾ ഈ മുറിക്കകത്തേക്ക് രാത്രി പ്രവേശിച്ചിട്ടുണ്ട്. പ്രവേശിച്ച വ്യക്തി ഈ ഭിത്തി തുറന്നാണ് അകത്ത് കയറിയിരിക്കുന്നത്. അകത്ത് കയറി ഇദ്ദേഹം ഇവരെ കൊലപ്പെടുത്തി. പക്ഷേ എന്തിനാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്? പോലീസ് വീട്ടിലെ അലമാരി, മേശ ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ഭദ്രമായി എല്ലാം പൊട്ടിയിട്ടുണ്ട്. അലമാര തുറന്നു കിടപ്പില്ല, മേശകൾ തുറന്നു കിടപ്പില്ല, ഒന്നും അവിടെ നിന്ന് മോഷണം നടന്ന ലക്ഷണം ഒന്നുമില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ എന്തായിരിക്കും ഒരാൾ ഇവരെ 3 പേരെയും ഈ രീതിയിൽ ആക്രമിച്ചത്? 2 പേര് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, 3ാമത് ഒരാൾ ആക്രമണത്തിൽ മരിക്കുകയും ചെയ്തിരിക്കുന്നു. പരിക്കേറ്റതും മരിച്ചതുമായ ഒരു വ്യക്തിയും പരിക്കേറ്റ 2 വ്യക്തികളും, അത് സ്ത്രീകളാണ്. അപ്പോൾ ഒന്ന് വ്യക്തമാണ്, ആരോ ഒരാൾ ഈ ഭിത്തി തുറന്ന് അകത്ത് കയറിയിട്ട് എന്തോ ഒരു കാരണത്താൽ ഇവരെ കൊലപ്പെടുത്തി. അത് മോഷണമല്ല, കാരണം മോഷണം നടന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എപ്പോഴറിയാം? ഈ പെൺകുട്ടികൾക്ക് ജീവനുണ്ട്, പക്ഷേ അവർ ബോധാവസ്ഥയിലേക്ക് തിരിച്ചു വരണം. സ്വാഭാവികമായും പോലീസ് നായ വരും, അതോടൊപ്പം തന്നെ ഫോറൻസിക് വിഭാഗം വരും. അവർ ആ വീടും പരിസരവും അരിച്ചു പറക്കും. ഇവിടെ ആദ്യ റൗണ്ടിൽ പോലീസ് നായ എത്തി മണം പിടിച്ചിട്ട് അത് ഓടിപ്പോയത് സമീപം ഈ വീടിന് ഏതാണ്ട് അടുക്കലായിട്ടുള്ള ഒരു തടിമില്ലിലാണ്. ആ തടിമില്ലിൽ പോലീസ് നായ മണം പിടിച്ചിട്ട് വീണ്ടും തിരിച്ച് ഈ വീട്ടിലെ ഈ സ്ഥലത്തേക്ക് തന്നെ എത്തുകയാണ്. ആ വീട്ടിൻ്റെ മുൻവശത്ത്, അതായത് ചുമർ തുരന്നതായ സ്ഥലത്ത് വന്ന് പോലീസ് നായ നിൽക്കുന്നു. അതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ സ്വാഭാവികമായും ഊഹിക്കാം എന്തായിരിക്കാം സംഭവിച്ചത്. ഈ തടിമില്ലുമായി ബന്ധപ്പെട്ട ഒരു ആൾ ഈ വീട്ടിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തടിമില്ലിലെ ഒരാൾ തന്നെയായിരിക്കണം ഈ കൊലപാതകം നടത്തിയത് എന്ന് സ്വാഭാവികമായും സംശയിക്കാം. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ തലയ്ക്ക് അടിച്ചത് ഈ സോമില്ലിൽ നിന്നും കൊണ്ടുവന്നതായ തടിക്കഷ്ണം ആയിരിക്കാം. പരിസരത്ത് അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പോലീസ് അരിച്ചു പറക്കുമ്പോൾ ആ തടിക്കഷ്ണം പോലീസിന് കിട്ടുക തന്നെയാണ്. അതിൽ പോലീസ് നായ പോയി മണം പിടിച്ച തടിമില്ലിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു എവിഡൻസ് അതിനകത്തുണ്ട്. സാധാരണ രീതിയിൽ തടിമില്ല് സ്ഥലങ്ങളിൽ അവരുടേതായ പ്രോഡക്ട്സിന് അവരൊരു നമ്പർ ഇടും. ഈ നമ്പർ ഈ തടിക്കഷ്ണത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ആ തടിമില്ലിലെ തടിക്കഷ്ണം തന്നെയാണ് ഇവരെ തലക്കടിക്കാൻ വേണ്ടി ഉപയോഗിച്ച ആയുധം എന്നുള്ള കാര്യത്തിൽ പോലീസിന് 100% തീർപ്പുണ്ടാകുന്നു. അടുത്ത് പോലീസ് നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സുഷിരമുണ്ടാക്കപ്പെട്ട ഭിത്തി തുരന്ന് ദോരമുണ്ടാക്കപ്പെട്ടതിൻ്റെ വലിപ്പം എത്രയാണ്? ആ വലിപ്പം നോക്കുമ്പോൾ വളരെ ചെറിയ വലിപ്പമാണ്. അപ്പോൾ വളരെയധികം തടിയില്ലാത്ത മെലിഞ്ഞ രൂപത്തിലുള്ള ഒരാളാണ് ഇതിനകത്തേക്ക് കയറപ്പെട്ടതെന്ന് വ്യക്തമാകുന്നു. അങ്ങനെ ആണെങ്കിൽ തടിമില്ലിൽ ജോലിക്കാരിൽ ആരെങ്കിലും ഒരാൾ ഈ വീട്ടിലേക്ക് കയറി വന്നതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു. സ്വാഭാവികമായും മോഷണം നടന്നിട്ടില്ല എങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അഫെയർ ഉണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ഈ പ്രധാന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹോർമിസ് തരകൻ എന്ന് പറഞ്ഞ മിടുമിടുക്കനായ ഉദ്യോഗസ്ഥനാണ്. ഈ പോലീസ് ഓഫീസർക്ക് മോഷണം നടന്നിട്ടില്ല എങ്കിൽ ഈ ക്രൈമിൻ്റെ മോട്ടീവ് എന്താണെന്ന് ബോധ്യപ്പെടണം. അങ്ങനെ ആണെങ്കിൽ മറ്റു കാര്യങ്ങൾ എളുപ്പമാകും, അത് പ്രതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. അപ്പോൾ തടിമില്ലിലുള്ള ഒരാൾക്ക് ഈ വീട്ടിലുള്ള ഈ പെൺകുട്ടികളുമായോ അല്ലെങ്കിൽ ഈ ഗ്രഹനായികയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നീട് അത് ഒരു പണക്കത്തിൻ്റെ കാര്യത്തിലേക്ക് പോയിട്ടുണ്ടോ? അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിൽ അയാൾ വന്ന് ഇവരെ അടിച്ചു കൊലപ്പെടുത്തിയതാണോ? ഈ ഗ്രഹനായികയെ അടിച്ചു കൊലപ്പെടുത്തുകയും 2 പെൺമക്കളെ അടിച്ച് അബോധാവസ്ഥയിലാക്കുകയും ചെയ്തത് വൈരാഗ്യത്തിൻ്റെ പേരിലാണോ എന്ന് സംശയിക്കുകയാണ്. പക്ഷേ ജീവനക്കാരെ മുഴുവൻ ചോദ്യം ചെയ്തിട്ടും ഒരു സൂചന പോലും പോലീസിന് ആ തരത്തിൽ കിട്ടുന്നില്ല. ഒരു അയൽക്കാരും ഈ പെൺകുട്ടികളെക്കുറിച്ചോ ഈ ഗ്രഹനായികയായ കുട്ടിയമ്മയെക്കുറിച്ചോ ഒരു മോശപ്പെട്ട കമൻറ്റും പറഞ്ഞിട്ടില്ല. നല്ലവരായ ഒരു വീട്ടുകാരാണ്. പെൺകുട്ടികൾ പഠിക്കാൻ മിടുമിടുക്കരാണ്. കുട്ടിയമ്മ എല്ലാവരുമായി ചേർന്ന് പോകുന്ന ഒരു കുടുംബിനിയാണ്. ഒരു തരത്തിലും ഇവരെ വൈരാഗ്യത്തോടു കൂടി കൊല്ലാനുള്ള ഒന്നും ഈ അയൽക്കാരോ ബന്ധുക്കളോ കാണുന്നില്ല. അവർ പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഹോർമിസ് തരകനും കൂട്ടരും ആലോചിക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇനി ആ സമയത്തുള്ള ഫോറൻസിക് റിപ്പോർട്ടിൽ ഒരു കാര്യം കിട്ടി. ഫോറൻസിക്കാർ വരുമ്പോൾ പ്രധാനമായും ഹോർമിസ് തരകൻ കൊടുത്ത ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ, ഈ ഭിത്തി തുരന്ന് അകത്ത് ഈ കയറിയ വ്യക്തി, ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കയറുമ്പോൾ ആ ഹോളിൻ്റെ ചുറ്റുവട്ടത്തും നുഴഞ്ഞു കയറുമ്പോൾ അയാളുടെ ശരീരഭാഗത്ത് ഏതെങ്കിലും സ്കിന്ന് അവിടെ കീറി ഒട്ടിയിരിക്കാം, അല്ലെങ്കിൽ രോമം അവിടെ പറ്റിപ്പിടിച്ചിരിക്കാം. അത് പരിശോധിക്കപ്പെടാൻ നിർദ്ദേശം കൊടുത്തു. അത് പരിശോധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം കിട്ടി. അവിടെ നിന്നും ഈ നുഴഞ്ഞു കയറിയ പ്രതി എന്ന് പറയുന്ന കക്ഷിയുടെ തൊലി കഷണം കിട്ടുകയാണ്. സ്വാഭാവികമാണ്, എത്ര തുറന്നാലും അകത്തേക്ക് നുഴഞ്ഞു കയറുമ്പോൾ ശരീരം അതിനോട് ഉരസിയേ ഇറങ്ങാൻ പറ്റൂ. അങ്ങനെ ഉരസുമ്പോൾ അവിടെ അതിൻ്റെ ശരീരഭാഗം പറ്റിപ്പിടിച്ചിരിക്കും. അത് കിട്ടുക തന്നെയാണ് ആദ്യമായി പോലീസിന് കിട്ടിയ വലിയ തുമ്പുകളിൽ ഒന്ന്. അപ്പോൾ പ്രതിയെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ തൊലിയുടെ DNA പരിശോധിച്ചാൽ അയാളുടെ DNA-യുമായിട്ട് മാച്ച് ചെയ്താൽ തീർച്ചയായും ഈ പ്രതി അത് തന്നെയാണെന്ന് വ്യക്തമാകും. പക്ഷേ എങ്ങനെ? ആ പ്രതി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചിട്ടുള്ളൊരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. തടിമില്ലിലെ ജോലിക്കാരല്ല, അവിടുത്തെ മാനേജ്മെൻറ്റിൽപ്പെട്ട ആളല്ല. അതെല്ലാം പോലീസിൻ്റെ ടീമിൽ പല ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണത്തിന് ഹോർമിസ് തരകൻ നേതൃത്വം കൊടുത്തത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സൂചനയും അതിൽ കിട്ടുന്നില്ല. ഇനി എന്താ ചെയ്യാൻ? ഒന്നേ ഉള്ളൂ മാർഗം. പെൺകുട്ടികൾ അവരുടെ കോൺഷ്യസിലേക്ക് തിരിച്ചു വന്നാൽ, അതായത് ബോധാവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യൽ വേണ്ട, ചോദിക്കാം. അവരിൽ നിന്നും എന്ത് വിവരം കിട്ടും? ആദ്യമായി ബോധാവസ്ഥയിലേക്ക് വന്നത് ഫസ്റ്റ് ഇൻഫർമേഷൻ അയൽക്കാരനായ ജോണിക്ക് കൊടുത്ത പെൺകുട്ടിയിൽ നിന്നാണ്. മെഡിസിന് പഠിക്കുന്ന പെൺകുട്ടിയാണ്. പോലീസ് അവൾക്ക് ബോധം വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ എത്തുന്നു. സാവകാശം അവളോട് കാര്യങ്ങൾ ചോദിക്കുന്നു. ഹോർമിസ് തരകൻ്റെ പ്രത്യേക നിർദ്ദേശമാണ്. ഒരു തരത്തിലും കൊച്ചു പെൺകുട്ടികളാണ്, അവർക്ക് ഒരു ഭീകരമായ അവസ്ഥ തോന്നാത്ത നിലയിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുള്ളതാണ്. പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ അവൾ
നടന്ന സംഭവം പറയുന്നു. രാത്രി 12 മണി വരെ ഞാൻ പഠിക്കാറുണ്ട്. മെഡിസിൻ്റെ വിഷയമായതുകൊണ്ട് ധാരാളം പഠിക്കേണ്ടി വരും. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് മാത്രമേ എനിക്കറിയൂ. പെട്ടെന്ന് എൻ്റെ തലയ്ക്ക് ആരോ അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്കൊന്നും അറിയില്ല. രാവിലെ എനിക്ക് ബോധം വരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ശരീരം മുഴുവൻ രക്തം പുരണ്ടിരിക്കുന്നു. തലയിൽ നല്ല വേദനയുണ്ട്. ഞാൻ നോക്കുമ്പോഴത്തേക്കും എൻ്റെ അനിയത്തിയെ വിളിച്ചുണർത്താൻ ഓടിയപ്പോൾ അവളും രക്തത്തിൽ കുളിച്ച് ബെഡിൽ അനങ്ങാതെ കിടക്കുകയാണ്. ഞാൻ അമ്മയെ വിളിക്കാൻ വേണ്ടി ഓടിയപ്പോൾ അമ്മ ശരിക്കും അബോധാവസ്ഥയിലാണ്. ചോര വീണിട്ടുണ്ട്. വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അമ്മ മരിച്ചതുപോലെ തോന്നി. ഞാൻ അങ്ങനെയാണ് നിലവിളിച്ചുകൊണ്ട് ജോണി അങ്കിളിൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. ഇത്രേ എനിക്കറിയൂ എന്ന് ആ പെൺകുട്ടി സങ്കടത്തിന് ഇടയിലും പറയുന്നുണ്ട്. പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടി കുറച്ചു കഴിഞ്ഞ് ബോധം വരുമ്പോൾ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. കാരണം അവൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. മൂത്തവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും രണ്ടാമത്തവൾ, കാരണം 12 മണി വരെയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്, രണ്ടാമത്തവൾ ഉറക്കത്തിലായി അപ്പോഴേക്കും. അപ്പോൾ അവൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും ഈ പ്രതി അവളുടെ തലയ്ക്ക് അടിച്ചത് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു അജ്ഞാതമാണ്. പിന്നീട് എന്ത് കാര്യമാണ് അത് പോലീസിന് പിടിയില്ല. ഈ 2 പെൺകുട്ടികൾ കൊടുത്ത ഇൻഫർമേഷനിൽ നിന്നും അവിടെ യഥാർത്ഥത്തിൽ നടന്നത് ഒരു വൈരാഗ്യത്തിൻ്റെയോ ഒരു അഫയറിൻ്റെയോ കാര്യമല്ല. ആരെങ്കിലും പ്രണയത്തിൻ്റെ പ്രശ്നത്തിലോ മറ്റു കാരണങ്ങളാലോ കയറി ഇവരെ ആക്രമിച്ചതല്ല എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു. പക്ഷെ പിന്നെന്തിനാണ്? കാരണം അലമാര തുറന്ന് ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് പെൺകുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സൂചന കാണുന്നില്ല. മേശയൊക്കെ സാധാരണ വലിച്ചു തുറന്ന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ, പണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. ഇവിടെ അതുമില്ല. അലമാര തുറന്നിട്ടില്ല, മേശ വലിപ്പ് തുറന്നിട്ടുമില്ല. പിന്നെ എന്തിനാണ് ഇത് സംഭവിച്ചത്, ഇല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്താലാണ് ഇത് ചെയ്തത് എന്ന് അപ്പോഴും പോലീസിന് വ്യക്തമാവുന്നില്ല. രണ്ടാമത്തെ പെൺകുട്ടിയും മൂത്ത പെൺകുട്ടിയും കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും പോലീസിന് ഒരു സൂചനയുമില്ല. ശവസംസ്കാരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. കുട്ടിയമ്മയുടെ ശവം ബന്ധുക്കൾ ഏറ്റുവാങ്ങുന്നു. തുടർന്ന് ആ ചടങ്ങ് നടത്തുന്നു. തലയിൽ ഈ മുറിവേറ്റ കെട്ടുകളുമായി മൂത്തവളും ഇളയവളും നിലവിളിച്ചുകൊണ്ട് അമ്മയെ യാത്രയാക്കുന്നു. ഇവിടെയാണ് 1-ാം ഭാഗം പൂർത്തിയാകുന്നത്. പക്ഷേ ഇനിയും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. പ്രതിയിലേക്ക് എത്താൻ കഴിയാത്തതിൻ്റെ സാഹചര്യം ഇത് തന്നെയാണ്. കാരണം അവിടെ മോഷണം നടന്നിട്ടില്ല എന്ന് പോലീസിന് ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഈ ഹോർമിസ് തരകന് തോന്നിയ രണ്ടാമത്തെ ബുദ്ധിയാണ്. ഇത്തരത്തിൽ ഭിത്തി തുരന്ന് മോഷണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ വീട്ടിനകത്ത് പ്രവേശിക്കുന്ന തരം മോഷ്ടാക്കൾ ഉണ്ടോ എന്നുള്ള ഒരു കാര്യം. ഒന്നുകിൽ റേപ്പ് ചെയ്യുന്നതിന് വേണ്ടി വീട്ടിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ മോഷണം നടത്തുന്നതിന് വേണ്ടി വീട്ടിൽ പ്രവേശിക്കാം. ഇവിടെ ആദ്യ ശ്രമത്തിൽ മോഷണം നടന്നില്ല എന്നുണ്ടെങ്കിലും മോഷണം നടത്താൻ വേണ്ടി അകത്ത് കയറുകയും ഈ തലക്കടിയേറ്റ് ഇവരെയെല്ലാം ഈ തരത്തിൽ ആക്കിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ ഈ മോഷ്ടാവിൻ്റെ മനസ്സ് മാറുകയോ ഇല്ലെങ്കിൽ മറ്റ് പരിസരത്ത് നിന്ന് ആരെങ്കിലും അവരുടെ ശബ്ദമോ ഇല്ലെങ്കിൽ ലൈറ്റ് ഇടുകയോ ചെയ്താൽ കണ്ടുപിടിക്കപ്പെടുമോ എന്ന പേടിയാൽ അവർ തിരിച്ചു പോവുകയോ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി കാണാം. അതുകൊണ്ട് അതും കൂടി പരിശോധിക്കണം എന്നുള്ള നിലയിലാണ് പോലീസിൻ്റെ രണ്ടാമത്തെ ടീം ആ പരിശോധന ആരംഭിക്കുന്നത്. അത് ഇത്രയേ ഉള്ളൂ. കോട്ടയം ജില്ലയിൽ, കോട്ടയത്താണ് ഇത് നടക്കുന്നത്, കോട്ടയം ജില്ലയിൽ ഇത്തരത്തിൽ മോഷണം നടത്താൻ വേണ്ടി ഭിത്തി തുരന്ന് അകത്ത് കയറുന്ന വ്യക്തി ഉണ്ടോ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് അവർ ചാർട്ട് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ ലിസ്റ്റ് ചാർട്ട് ഔട്ട് ചെയ്തപ്പോൾ അതിൽ ചില വ്യക്തികൾ ഇത്തരത്തിൽ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്ന് പോലീസിന് അറിയാം. മോഷണ ശ്രമം സാധാരണയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഒരു കാര്യം ഒരു മോഷ്ടാവ് സ്ഥിരം ശൈലിയായി ഉപയോഗിക്കും. അവർ വീട്ടിനകത്ത് കയറുന്നത് ആ ശൈലി ഉപയോഗിച്ചിട്ട് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഭിത്തി തുരന്ന് അകത്ത് കയറുന്നവരുണ്ട്. മുൻവാതിൽ ഏതെങ്കിലും പാര ഉപയോഗിച്ചിട്ട് വീട്ടിൻ്റെ ആ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പാര ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചിട്ട് അകത്ത് കയറുന്നവരുണ്ട്. കള്ളത്താക്കോൽ ഉപയോഗിച്ച് തുറന്നു കയറുന്നവരുണ്ട്.
ആളുകളുണ്ട്, ഓട് പൊളിച്ച് അകത്ത് കയറുന്നവരുണ്ട്, പിൻവാതിൽ സമർത്ഥമായി പൊളിച്ച് അകത്ത് കയറുന്നവരുണ്ട്, കാളിംഗ് ബെല്ല് അമർത്തി വീട്ടുകാരെ ഉണർത്തി ഒരാൾ പുറത്തു വന്ന് വാതിൽ തുറക്കുമ്പോൾ അയാളെ തലക്കടിച്ച് താഴെയിട്ടിട്ട് അകത്ത് കയറി മോഷണം നടത്തുന്നവരുണ്ട്. ഇങ്ങനെ പല ശൈലികളാണ് ഓരോ മോഷ്ടാവിനും ഉള്ളത്. ഇവിടെ ഇവർ പോലീസ് പരിശോധന വിധേയമാക്കുന്നത് ആ തരത്തിലുള്ള ശൈലിയുള്ള വ്യക്തിയെ ആണ്. അങ്ങനെ അവർ പരിശോധിച്ച് ഒരു ആളിനെ അവർ കണ്ടെത്തുന്നു. അയാളുടെ പേര് കൃഷ്ണൻ എന്നാണ്. കൃഷ്ണൻ പ്രശസ്തനായ ഒരു മോഷ്ടാവ് തന്നെയാണ്. ഭിത്തി തുറന്ന് മാത്രമേ അകത്ത് കയറുകയുള്ളൂ. നല്ല തക്കതായ നിലയിൽ അയാൾ കംഫർട്ടബിൾ ആണെന്ന് ബോധ്യപ്പെട്ടാലേ മോഷണം നടത്തൂ. കയറുന്നത് പോലെ തന്നെ ഭിത്തിയിലൂടെ മാത്രമേ അയാൾ തിരിച്ച് ഇറങ്ങി പോവുകയും ഉള്ളൂ എന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണനെ പൊക്കണം. അപ്പോൾ കൃഷ്ണൻ എവിടെയാണ്? അതാണ് പോലീസ് അടുത്ത് കണ്ടെത്താനുള്ള ഒരു വിഷയം. പോലീസ് അന്വേഷിക്കുമ്പോൾ കൃഷ്ണന് നല്ല ക്രിമിനൽ ബന്ധമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. നിരവധി മോഷണങ്ങളിൽ അയാൾ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട്, അയാൾ ജയിലിലും ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കൊലപാതകം നടക്കുമ്പോൾ കൃഷ്ണൻ ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസ് തീർച്ചപ്പെടുത്തുകയാണ് കൃഷ്ണൻ തന്നെയാണ് പരോളിൽ ഇറങ്ങിയതിനു ശേഷം ഈ വീട്ടിനകത്ത് കയറി മോഷണം നടത്താൻ ശ്രമിക്കുന്നു. മോഷണം നടത്താതെ എന്തോ ഒരു ഉദ്ദേശം മാറ്റി വീണ്ടും അയാൾ തിരിച്ചിറങ്ങി പോവുകയാണ്. അയാളെ പിടിച്ചാൽ ഇത് തെളിയിക്കാൻ പറ്റും എന്ന് പോലീസിന്റെ ടീം കരുതുന്നു. അവർ അന്വേഷിക്കുമ്പോൾ കൃഷ്ണൻ ഇപ്പോൾ തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഒരു തിരുട്ട് ഗ്രാമത്തിൽ ഇയാൾ ഉണ്ട് എന്നുള്ളതാണ്. തിരുട്ട് ഗ്രാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ മോഷ്ടാക്കളുടെ താവളമാണ്. അവിടെ പെട്ടുപോയ പോലീസിന് പൊക്കിക്കൊണ്ടുവരുവാൻ വലിയ പാടാണ്. പക്ഷേ ഇതോടെ പൊക്കിയേ പറ്റൂ. കാരണം നേതൃത്വം നൽകുന്ന തലവൻ എന്ന് പറയുന്നത് ഹോർമിസ് തരകരാണ്. അദ്ദേഹത്തിന് ഒരു വളരെ വലിയൊരു എബിലിറ്റി ഉണ്ട്. ഒരു കേസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിയെ കണ്ടെത്തിയില്ലെങ്കിൽ ആ മനുഷ്യന് ഉറക്കം വരില്ല. അത്തരത്തിലുള്ള ഒരു അന്വേഷണ താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റുഡിയസ് മൈൻഡ്, ക്രിമിനൽ ആക്ടിവിറ്റീസിൽ സ്റ്റുഡിയസ് മൈൻഡ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന ചുരുക്കം പോലീസ് ഓഫീസർമാരിൽ ഒരാളാണ് ഹോർമിസ് തരകൻ. അദ്ദേഹത്തിൻ്റെ അന്വേഷണം എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ ആളെ പിടിച്ചിട്ടുമുണ്ട്, പ്രതിയെ പിടിച്ചിട്ടുമുണ്ട്. ഹോർമിസ് തരകനും ടീമും തിരുട്ട് ഗ്രാമം തമിഴ്നാട് പോലീസിന്റെ സപ്പോർട്ടോടുകൂടി വളയുന്നു, കൃഷ്ണനെ പൊക്കുന്നു. കൃഷ്ണനെ പൊക്കി കൊണ്ടുവരുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയാവുന്നു. തിരുട്ട് ഗ്രാമമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്ത് എത്തണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ തന്നെ രാത്രിയായി. അതുകൊണ്ട് തന്നെ അവർ തമിഴ്നാട്ടിലെ ഒരു ലോഡ്ജിൽ കൃഷ്ണനെയും കൂടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യുകയാണ് രാത്രി. പക്ഷേ സ്റ്റേ ചെയ്യുന്നത് വിവിധ മുറികളിലായിട്ടാണ്. 2 പോലീസുകാർ കൃഷ്ണനോടൊപ്പം ആ ലോഡ്ജിലെ ഒരു മുറിയിലും 2 പോലീസുകാർ ആ മുറിയുടെ പുറത്തുമായി നിൽക്കുന്നു. വിലങ്ങിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ രാത്രികാലത്ത് വിലങ്ങിട്ട് ഉറക്കുന്നത് ഒരു സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്, നാച്ചുറൽ ജസ്റ്റിസിന് എതിരാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ, പ്രതിയെ, കൃഷ്ണൻ എന്ന് പറയുന്ന പ്രതിയെ ഈ വിലങ്ങഴിച്ചിട്ട് 2 പോലീസുകാരുടെ നടുവിലായി കിടത്തുകയാണ്. വാതിൽ അകത്തു നിന്നും പുറത്തു നിന്നും പൂട്ടുകയാണ്. പുറത്ത് 2 പോലീസുകാർ കിടപ്പുണ്ട്. ആവശ്യം വന്നാൽ നിങ്ങൾ വാതിലിൽ മുട്ടുക, തുറന്നു തരാം. അതുവരെ അകത്ത് തന്നെ ലോക്ക് ചെയ്ത് കിടക്കാൻ പറയുന്നു. അങ്ങനെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. പുറത്ത് 2 പേരുണ്ട്. ആ പോലീസുകാരും പുറത്തുനിന്ന് ഉറങ്ങാൻ ലോക്ക് പുറത്തുനിന്നുണ്ട്, അകത്തുനിന്നുമുണ്ട്. വിലങ്ങ് അഴിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. കൃഷ്ണൻ ആ ലോഡ്ജ് മുറിയുടെ ലോഡ്ജ് മുറിയുടെ ഒരു ചേർന്നിട്ടുള്ള ഒരു പോർച്ച് പോലുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ കൃഷ്ണൻ മരിച്ചു കിടക്കുകയാണ്. 2 പോലീസുകാരുടെ നടുവിലായി ഉറങ്ങിയിരുന്ന ഒരു പ്രതി തൊട്ടപ്പുറത്ത് മരിച്ചു കിടക്കുന്നു. പോലീസുകാർ ഉറക്കത്തിൽ കിടക്കുന്നു. പുറത്തു നിന്ന പോലീസുകാർ നോക്കുന്നു, വാതിൽ തുറന്നിട്ടേയില്ല. അപ്പോൾ ഇയാൾ എങ്ങനെ മരണപ്പെട്ടു? മരണപ്പെട്ടത് ഒരു കത്തി കൊണ്ട് കഴുത്തു മുറിച്ചിട്ടാണ് മരിച്ചത്.
ഈ 2 പോലീസുകാരാണോ അത് ചെയ്തത്? അങ്ങനെ ആകാൻ വഴിയില്ല. അവർക്ക് എന്താ കൃഷ്ണനോടുള്ള വൈരാഗ്യം? അങ്ങനെ അല്ല എന്നുള്ളതാണ്. പിന്നീട് അപ്പോൾ തന്നെ തമിഴ്നാട് മുഴുവൻ ഇളകി മറിയുകയാണ്. കാരണം കേരള പോലീസ് വന്ന് അവിടെ നിന്നും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തു, അവരുടെ ഇടയിൽ കടത്തിയിട്ട് അവിടെ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മീഡിയാസ് മുഴുവൻ ഓടി വരും. പോലീസ്, തമിഴ്നാട് പോലീസും മീഡിയാസും ജനവും പൊളിറ്റിക്കൽ പാർട്ടീസിൽപ്പെട്ടവരും എല്ലാം ആ ലോഡ്ജ് വളയുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി. ആ കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ സ്വയം കത്തി കഴുത്തിൽ മുറിച്ച് തന്നെയാണ് മരിച്ചത്. മറ്റൊരാളും അത് ചെയ്തിട്ടില്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുക്കുമ്പോൾ നമുക്കറിയാം ഒരാൾ കൊല്ലുന്നതും വേറൊരാൾ സ്വയം ചെയ്യുന്നതും എങ്ങനെയാണ് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകും. ആ റിപ്പോർട്ട് കാരണം കേരള പോലീസ് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കൃഷ്ണൻ സ്വയം മരണം തെരഞ്ഞെടുത്തതാണ്. ഒരു പക്ഷേ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഇത് ചെയ്തു? ഒരു മോഷണം നടത്തി, അവിടെ പോയി ഒരാളെ കൊലപ്പെടുത്തി, 2 പെൺകുട്ടികളെ അടിച്ചു പരിക്കേൽപ്പിച്ചു, എന്നിട്ട് പോലീസ് പിടിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ആത്മഹത്യ ചെയ്തതായിരിക്കാം എന്ന നിഗമനത്തിൽ എത്തുന്നു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത പിന്നീട് പോലീസിന് കിട്ടുകയാണ്. അതായത് ഈ വീടിൻ്റെ ഭിത്തി തുരന്ന് അകത്ത് കയറുമ്പോൾ ആ ഭിത്തിയുടെ ഭാഗത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന രോമം പരിശോധിക്കുമ്പോൾ, അതിൻ്റെ DNA പരിശോധിക്കുമ്പോൾ മരിച്ച കൃഷ്ണന്റെ DNA മാച്ച് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ഫാക്ടറായി പിന്നീട് വന്നത്. അതായത് ഒരു കാര്യം ഉറപ്പാകുന്നു, ഈ കുട്ടിയമ്മയെ കൊലപ്പെടുത്തിയതും ആ പെൺകുട്ടികളെ അടിച്ച് പരിക്കേൽപ്പിച്ചതും കൃഷ്ണനല്ല എന്ന് ഉറപ്പാകുന്നു. അപ്പോൾ പിന്നെ ആരാണ്? ഒരു നിവർത്തിയുമില്ല പോലീസിന്. പോലീസ് തലങ്ങും വിലങ്ങും ഡിസ്കഷൻ വരുന്നു, മുകളിൽ നിന്ന് അന്വേഷണം വരുന്നു, ഹോം ഡിപ്പാർട്ട്മെന്റ് സജീവമായി ഇടപെടുന്നു, ഹോം മിനിസ്റ്റർ വിളിക്കുന്നു. കാരണം ഇത്രയുമായിട്ടും പോലീസ് പ്രതിയെ പിടിച്ചു എന്ന് പറഞ്ഞ വലിയ വാർത്ത കൊടുത്തിട്ടും ആ പ്രതി ആത്മഹത്യ ചെയ്യുന്നു. യഥാർത്ഥ കുട്ടിയമ്മയെ കൊലപ്പെടുത്തിയ പ്രതിയെ പിടിക്കുന്നുമില്ല. ഇത് വന്ന ആ സമയത്താണ് ഹോർമിസ് തരകനെ ഈ അന്വേഷണത്തിൽ നിന്നും ഒഴിവാക്കുകയാണ്. പിന്നീട് മറ്റൊരു സാമർഥ്യം ഉള്ള ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണം ഏൽപ്പിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറേറ്റ് നേടിയ ഏറ്റവും മിടുമിടുക്കനായ ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് അലക്സാണ്ടർ ജേക്കബും. ഹോർമിസ് തരകനെ പോലെ തന്നെ മിടുക്കനാണ്. അദ്ദേഹത്തിന് ഈ കേസ് അന്വേഷണത്തിലേക്ക് ചുമതല ഏൽപ്പിക്കുന്നു. അദ്ദേഹം വീണ്ടും ഈ കേസ് ഫയലുകൾ ഓപ്പൺ ചെയ്തുകൊണ്ട് അദ്ദേഹം സജീവമായി ആരാണ് പ്രതി എന്ന് പറഞ്ഞ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ വ്യക്തമായത് നിശ്ചയമായും ഇവിടെ ഒരു വൈരാഗ്യത്തിൻ്റെയോ പിണക്കത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഫയറിൻ്റെയോ അടിസ്ഥാനത്തിലുള്ള കൊലപാതകമല്ല കോട്ടയത്തെ ഈ കുട്ടിയമ്മയെ കൊലപാതകത്തിനും ഈ 2 പെൺകുട്ടികളുടെ തലക്കടിയേറ്റലിനും കാരണമായതെന്ന് ഒരു കാര്യം അലക്സാണ്ടർ ജേക്കബും അടിവരയിട്ട് ഉറപ്പാക്കുകയാണ്. മോഷണത്തിന് ശ്രമിച്ചു, മോഷണ ശ്രമം പരാജയപ്പെട്ടു, അങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അലക്സാണ്ടർ ജേക്കബ് ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ പ്രതി ഭിത്തി തുരന്ന് അകത്തേക്ക് കയറുമ്പോൾ ഭിത്തി തുറക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട സമയം ഒരു ശബ്ദമുണ്ടാകും. ഏതൊരു ഭിത്തിയും തുറക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. പക്ഷെ ഈ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി എന്തുകൊണ്ടാണ് ആ ശബ്ദം കേൾക്കാതെ പോയത് എന്നുള്ളതാണ് സംശയത്തിൻ്റെ ഒന്നാമത്തെ കാരണം. ഈ പെൺകുട്ടിക്ക് ഈ ശ്രമം നടത്തുന്നതിൽ എന്തെങ്കിലും പങ്കുണ്ടോ? കാരണം ആ പെൺകുട്ടി തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടൊക്കെ തന്നെ ആ പെൺകുട്ടി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കാതെ പോയത്? ശരിക്കും അലക്സാണ്ടർ ജേക്കബ് ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ പെൺകുട്ടി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. മഴ പെയ്തിരുന്നു, 12 മണിക്ക് നല്ല മഴ ആ പ്രദേശത്ത് പെയ്തിരുന്നു എന്ന് ആ പെൺകുട്ടി പറയുന്നു. പക്ഷേ വേനൽക്കാലമാണ്, അങ്ങനെ ഒരു മഴ ആ സമയത്ത് അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. പക്ഷേ അത് ഉണ്ടായി. കാരണം മഴ നനഞ്ഞ ഇത് അന്തരീക്ഷമായിരുന്നു, മഴ ഉണ്ടായിരുന്നു എന്ന് അയൽക്കാരും പറയുന്നുണ്ട്. അപ്പോൾ മഴ പെയ്തു എന്നുള്ള ആ ശബ്ദത്തിൻ്റെ ഈ അവസ്ഥ മോഷ്ടാവ് മുതലെടുത്തതാണ്. അപ്പോൾ ഈ ചുമരെന്ന് പറയുന്നത് കോൺക്രീറ്റ് ചുമരല്ല,
അത് ശരിക്കും ഇഷ്ടിക കൊണ്ട് മറച്ചു വെക്കപ്പെട്ട ഒരു ചുമരാണ്. അതിൻ്റെ ശരിക്കും അതിനകത്ത് പുറം തേച്ചിട്ട് പോലുമില്ല. വളരെ പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ആ ചുമരിലെ ഇഷ്ടിക ഇളക്കി മാറ്റാൻ കഴിയും. അത് ഏതെങ്കിലും ഒന്ന് തള്ളിയാൽ മാത്രം മതി അത് ഇളകി വരാൻ. ഒരു പക്ഷേ മോഷ്ടാവ് ഈ തടിക്കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് അതിൽ തള്ളി അതിനെ തുറന്നു കാണാം, അതിൽ സുഷിരമുണ്ടാക്കി കാണും, ആ സുഷിരത്തിലൂടെ കയറി കാണും. കാരണം എളുപ്പത്തിൽ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും, ഒരു ഇഷ്ടികയല്ലേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അലക്സാണ്ടർ ജേക്കബിൻ്റെ അന്വേഷണം നീങ്ങുന്ന സമയത്ത് ഹോർമിസ് തരകൻ തന്നെ ഒരു വിവരം അടിയന്തരമായിട്ട് അലക്സാണ്ടർ ജേക്കബിന് എത്തിക്കുകയാണ്. ആ വിവരം എന്താണെന്ന് പറഞ്ഞാൽ, ഹോർമിസ് തരകൻ ഇടുക്കിയിലെ മറ്റു ചില കേസുകൾ അന്വേഷിക്കുമ്പോൾ ഒരു കൂട്ടക്കൊലപാതകത്തിൻ്റെ ഒരു കക്ഷി കയ്യിൽ കിട്ടുകയാണ്. അത് നടത്തിയ ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ നടത്തിയ എല്ലാ കുറ്റവും മണിയായി പോലീസിനോട് പറയുകയാണ്. ആ കുറ്റവാളിയുടെ പേരെന്ന് പറയുന്നാൽ ചന്ദ്രൻ എന്നാണ്. ഈ കുറ്റവാളിയെ കണ്ടുപിടിച്ചതിന് ശേഷം, അറിഞ്ഞതിന് ശേഷമാണ്, ചന്ദ്രൻ എന്നല്ല, ചാക്കോയാണ്. അപ്പോൾ ഈ ചാക്കോ എന്ന് പറയുന്ന കക്ഷിയെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം നടത്തിയ മുൻ കുറ്റങ്ങൾ മുഴുവൻ ഏറ്റുപറയുകയാണ്. അതിൽ ഈ കോട്ടയത്തേക്ക് ഒരു വീട്ടിൽ കയറിയ കാര്യം അയാൾ പോലീസിനോട് സമ്മതിക്കുകയാണ്. അങ്ങനെയുള്ള ധൈര്യമുള്ള കുറ്റവാളിയാണ് ഇയാൾ. അയാൾ പറഞ്ഞത് ഈ കുട്ടിയമ്മ എന്നുള്ള പേരൊന്നും അയാൾക്കറിയില്ല. പക്ഷെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, കോട്ടയത്ത് ഒരു വീട്ടിൽ ഞാൻ കയറിയിട്ടുണ്ട്. അവിടെ കയറുമ്പോൾ പിന്നെ ഒരു പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന് ഭിത്തി തുറന്നാണ് ഞാൻ അകത്ത് കയറിയത്. ഒരു തടിക്കഷ്ണം കൊണ്ടാണ് ഭിത്തി തുറന്നത്. ഈ തടിക്കഷ്ണം കൊണ്ടാണ് ആ പെൺകുട്ടിയുടെ തലയ്ക്ക് ആദ്യം അടിച്ചത്. പിന്നീട് ആ വീട്ടിൽ തന്നെയുള്ള മറ്റൊരു പെൺകുട്ടിയും തലക്കടിച്ചു. തുടർന്ന് അടുത്ത മുറിയിൽ കയറി ആ വീട്ടിലെ പ്രായം ചെന്ന സ്ത്രീയുടെ തലക്കടിച്ചു. അവരെ പലവട്ടം അടിച്ച് അവരെ കൊലപ്പെടുത്തി. തുടർന്ന് അലമാര തുറന്നു. അലമാരയ്ക്കകത്തു നിന്നും ഞാൻ ഒരു ആഭരണപ്പെട്ടി എടുക്കുകയും ചെയ്തു എന്ന് അയാൾ സമ്മതിക്കുകയാണ്. പക്ഷേ അപ്പോഴും അലക്സാണ്ടർ ജേക്കബിന് തോന്നിയിരുന്ന അതേ സംശയം തന്നെ വീണ്ടും ഈ പ്രതിയോട് ചോദിക്കുകയാണ്. ഈ ചോദ്യം ഇതാണ്: നീ അലമാരി തുറന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ ഇല്ല, ഒരു മോഷണവും അവിടെ നടന്നിട്ടില്ല എന്ന് രണ്ട് പെൺകുട്ടികളും പറയുകയും ചെയ്യുന്നു. അപ്പോൾ നീ ഈ പറഞ്ഞത് കളവല്ലേ, അങ്ങനെ ഒന്നും അവിടെ നടന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാൾ തുറന്നു പറയുകയാണ്, ഞാൻ തുറന്നു. അലമാരയുടെ കീ ഈ തലയണി, കുട്ടിയമ്മ അല്ലെങ്കിൽ ആ ഗ്രഹനായികയുടെ തലയണിയുടെ അടിയിലുണ്ടായിരുന്നു. അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഞാൻ അത് തുറന്ന് ആ കീ എടുത്ത് അലമാര തുറന്ന് അതിനകത്തുള്ള ആഭരണം വെച്ചിരുന്ന ഒരു പെട്ടി അതോടുകൂടി ഞാൻ എടുത്തുകൊണ്ട് പോയി. ഈ പുറത്തിറങ്ങിയതിന് ശേഷം അത് തുറന്ന് മാല എടുത്ത്, അതിനകത്തൊരു വലിയ മാല ഉണ്ടായിരുന്നു, സ്വർണ്ണമാല, പോക്കറ്റിലിട്ടിട്ട് ആ പെട്ടി മാത്രം ഞാൻ ആ പറമ്പിൽ എവിടെയോ വലിച്ചെറിഞ്ഞു എന്ന് അയാൾ പറയുകയാണ്. ഇത് കേട്ട പാടെ അലക്സാണ്ടർ ജേക്കബ് അവിടെയുള്ള ലോക്കൽ പോലീസിൽ നിർദ്ദേശം കൊടുക്കുകയാണ്. പറമ്പ് മുഴുവൻ അരിച്ചു പുറക്കാനാണ് നിർദ്ദേശം. പോലീസിൻ്റെ ഒരു പട തന്നെ വന്ന് കയറി. ആ നിമിഷം അതൊരു വലിയ കൂടുതൽ വലിപ്പമുള്ള ഒരു ഏരിയയാണ്. മുഴുവൻ അരിച്ചു പറക്കുന്നു. അവിടെ നിന്നും ശരിക്കും ആ പെട്ടി പോലീസിന് കിട്ടുകയാണ്. അത് മുഴുവൻ പറമ്പ് ക്ലീൻ ആക്കിയപ്പോഴാണ് ആ പെട്ടി കിട്ടുന്നത്. കാരണം വളരെ ദൂരെ ഒരിടത്താണ് ഈ മോഷ്ടാവ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. അത് കാണിച്ചു കൊടുത്തപ്പോൾ പെൺകുട്ടികൾ പറഞ്ഞു, ഇത് അമ്മയുടെ ഈ ആഭരണപ്പെട്ടി തന്നെയാണ്. പക്ഷേ ഇത് തുറന്ന ലക്ഷണമില്ല. തുറന്നിട്ട് ഈ കള്ളൻ, ഈ പറയുന്ന ചാക്കോ എന്ന് പറയുന്ന ഈ കള്ളൻ ഭദ്രമായി അത് തിരിച്ചടച്ചു. അതോടുകൂടി പോലീസിന് ആ തെളിവ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ മോഷണം നടന്നില്ല എന്ന് പോലീസ് ധരിക്കുന്നു. പെൺകുട്ടികൾ മരണത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്നതിനിടയിൽ അവർ അലമാര തുറന്നുമില്ല, അമ്മയുടെ ആഭരണമല്ല അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചില്ല. ശരിക്കും ഇത് മുഴുവൻ ഈ കള്ളൻ ഏറ്റു പറഞ്ഞതോടു കൂടിയാണ് ഇത് പോലീസിന്
പ്രതി ആരാണെന്ന് വ്യക്തമാകുന്നത്. ഈ പ്രതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ കയറാനല്ല ഉദ്ദേശിച്ചത്, വേറെ വീട്ടിലേക്ക് കയറാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് വെറും ഇഷ്ടിക മാത്രം വെച്ച ഒരു വീടാണ്, ഇവിടെ ഒന്നും കാണൂലെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ ഞാനിങ്ങനെ വേറൊരു വീട് അന്വേഷിച്ച് പോകുമ്പോൾ മഴയുണ്ടായിരുന്നു. മഴ നനയാതിരിക്കാൻ വേണ്ടി ഞാനൊരു സാമില്ലിൻ്റെ അടുക്കലേക്ക് കയറി നിന്ന് നോക്കുമ്പോൾ ഒരു വീട്ടിൽ ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ കയറണോ വേണ്ടയോ എന്ന് ഞാൻ സംശയിച്ചു. എന്തായാലും ഈ മഴ നടക്കുന്നത് കൊണ്ട് ഞാൻ കയറിയാലും ആരും പെട്ടെന്ന് വാതിൽ തുറന്നാലും ശബ്ദം കേൾക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നാൽ ഈ വീട് തന്നെ ആയിക്കോട്ടെ എന്ന് പെട്ടെന്ന് തീരുമാനിച്ചതും ഇവിടെ നിന്നൊരു തടികഷ്ണം എടുത്തുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നതും ആ ഭിത്തിയിലേക്ക് ഇഷ്ടിക പതുക്കെ തള്ളി ഞാൻ ഒരു ഹോൾ ഉണ്ടാക്കുന്നതും അകത്ത് കയറി പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ ആദ്യം അടിച്ചു, ഉറങ്ങിക്കിടക്കുന്ന പെണ്ണിനെ രണ്ടാമതടിച്ചു. അവരെ ബോധം കെടുത്തുക, കൊല്ലണമെന്ന് എനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടുത്തെ ആ സ്ത്രീയെയും കൊല്ലില്ലായിരുന്നു. പക്ഷേ അലമാര തുറക്കുമ്പം അവര് വീണ്ടും ബോധത്തിൽ വന്ന് നിലവിളിച്ചാൽ എൻ്റെ പണി പാളും. അതുകൊണ്ട് അവരെ വീണ്ടും അടിച്ച് ചാവുന്നെങ്കിൽ ചത്തോട്ടെ എന്ന് കരുതി തന്നെ ഞാൻ അടിച്ചത്. ആഭരണം ഞാൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തത്. ഈ പെട്ടി കിട്ടുകയും ഈ പ്രതി ഇതെല്ലാം ഏറ്റുപറയുകയും ചെയ്തതോടുകൂടി പോലീസിന് ക്ലിയർ ആവുകയാണ് കൊലപാതകം നടത്തതിൻ്റെ ഉദ്ദേശവും കൊലപാതകി ചെയ്ത മോഷ്ടാവായ ഈ കൊലപാതകി ചെയ്ത കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രം മനസ്സിലാവുകയും ചെയ്തത്. ഇനി നിങ്ങൾക്കറിയാമോ ഈ ചാക്കോ എന്ന് പറയുന്ന ആൾ ആരാണെന്ന്? റിപ്പർ ചാക്കോ നടത്തിയ ഒരുപാട് മോഷണം അതുപോലെ കൊലപാതകത്തിൻ്റെയും പരമ്പര തന്നെ ഉണ്ട്. അതെല്ലാം രസകരമായ സ്റ്റോറീസാണ്. പക്ഷെ ഇവിടെ പോലീസ് ഒരു പ്രതി ഏറ്റു പറയുന്നത് വരെ ഇരുട്ടിൽ തപ്പുകയായിരുന്നു എന്നുള്ളതാണ്. പ്രതിയെ ആദ്യം കണ്ടെത്തിയ പ്രതി അങ്ങനെ അല്ല എന്ന് മനസ്സിലാകുന്നു. അയാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ പോലീസുകാർക്കൊക്കെ സസ്പെൻഷനും പിന്നെ തുടർ നടപടികളും ഒക്കെ ഉണ്ടായതാണ്. കാരണം അവരുടെ ഡ്യൂട്ടിയിലുണ്ടായ വീഴ്ചയ്ക്ക് മാത്രമാണ്. സൂയിസൈഡ് ചെയ്ത കൃഷ്ണൻ അയാളെ സ്വന്തം തീരുമാനപ്രകാരം ചെയ്തതാണ്. പാവം, എന്നിട്ടും എന്തിനാണ് കൃഷ്ണൻ സൂയിസൈഡ് ചെയ്തതെന്ന് ഇന്നും ദുരൂഹതയുണ്ട്. എന്തിന് കൃഷ്ണൻ അങ്ങനെ സൂയിസൈഡ് ചെയ്യണം? സാധാരണ രീതിയിൽ ഒരു മോഷ്ടാവ് പോലീസ് പിടിച്ചാൽ കഴുത്തറുത്ത ചാവുമോ? ഉണ്ടാവില്ല. പോലീസുകാർ കൊന്നതാണോ? ഒരിക്കലും അല്ല. കാരണം അവർക്ക് എന്തിനാണ് ഈ പ്രതിയെ കൊല്ലേണ്ട കാര്യം? അതൊക്കെ തന്നെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ നടക്കേണ്ടതുപോലെ നടക്കും. അത് തന്നെയാണ് ഈ പ്രതിക്ക് കയറാൻ ഉദ്ദേശിക്കാത്ത വീട്ടിനകത്ത് കയറേണ്ടി വന്നതും ഈ പാവം കുട്ടിയമ്മയെ തലക്കടിച്ച് കൊല്ലേണ്ടി വന്നതും ഒക്കെ തന്നെയാണ്. ആ പെൺകുട്ടികളൊക്കെ ഇപ്പോൾ പഠിച്ച് മിടുക്കരായി ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആയി അവരുടെ കുടുംബത്തിൽ സന്തോഷമായി കഴിയുന്നുണ്ട്. ഇത് ഓർക്കണം, 1988 നടന്ന ഫെബ്രുവരി 12 നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെ നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നും നമ്മളെ വീഴ്ച, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ വാതിലടച്ചാലും നമ്മൾ എന്തൊക്കെ സെക്യൂരിറ്റി വെച്ചാലും CCTV വെച്ചാലും ഒരു മോഷ്ടാവിന് അവൻ്റെ ദൗത്യം എങ്ങനെ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അവൻ അത് ചെയ്യുകയും ചെയ്യും. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പിന്നാലെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.